ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. ലോക തൊഴിലാളി ദിനത്തിൽ എല്ലാ തൊഴിലാളികൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, കുറേ നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ തൊഴിലാളികൾക്കിടയിൽ തന്നെ ഒരു പ്രശ്നം. അത് ഗവൺമെൻറ് സെക്ടറിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ പല ദിവസങ്ങളിൽ പല തവണകളായിട്ട് പത്രത്തിലും ടി വിയിലും എല്ലാം കാണും. കൈക്കൂലിക്ക് പിടിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ കുറേ ഉദ്യോഗസ്ഥരെ കാണാറുണ്ട്. ഇപ്പം നമുക്ക് ഈ ലേറ്റസ്റ്റ് ഇന്നലെ തന്നെ ഒരു ലേഡിയെ വിജിലൻസ് അവർ വന്ന് പൊക്കിയിട്ടുണ്ട്. അതായത് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ. ഇപ്പം എൻ്റെ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഇവർ കൈക്കൂലി വാങ്ങുന്നു? ഒരു ഗവൺമെൻറ് സെക്ടറിൽ ജോലി കിട്ടുക എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ആഗ്രഹമാണ്. അങ്ങനെ PSC ഒക്കെ എഴുതി അല്ല ടെസ്റ്റുകൾ പാസ്സായി, അല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതി കിട്ടാത്തവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നു. കാരണം ഗവൺമെൻറ് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറേ ആനുകൂല്യങ്ങൾ, കുറേ ആവശ്യത്തിന് ശമ്പളം, കുറേ ആനുകൂല്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതം അത്യാവശ്യം സെറ്റപ്പായിട്ട് കൊണ്ടുപോകാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ജോലി, ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഗവൺമെൻറ് ജോലി കിട്ടി സുഖമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നു? ഇതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം അത്യാവശ്യത്തിന് ശമ്പളവും ആവശ്യത്തിനുള്ള അവധിയും കാര്യങ്ങളും എല്ലാം കിട്ടുകയും സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ഇവരെന്തുകൊണ്ട് സാധാരണക്കാരായ ആളുകളെ പിഴിയുന്നു? കയ്യിൽ നിന്നും കാശ്, എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഉപ്പിന്, പണ്ട് ജഗതി ഒരു സിനിമയെ പറയുന്ന പോലെ ഉപ്പിന് കുപ്പി എന്ന് പറയുന്ന ഒരു സാഹചര്യം, എന്ത് രീതിയിൽ ഒരു ഉപ്പിന് ഇത്ര രൂപ വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ്? ആർത്തി എന്ന് പറയുന്ന ഒരു കാര്യം, പണത്തിനോടുള്ള ആർത്തി മൂത്ത് ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങളെ പിഴിഞ്ഞ് അവരുണ്ടാക്കുന്ന പൈസയാണ് കൈക്കൂലി. അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് സേവനം ചെയ്ത് കൊടുക്കുന്നതിന് സർക്കാർ അവർക്ക് ആവശ്യത്തിനുള്ള ശമ്പളവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ അവർക്ക് അതൊന്നും പറ്റാഞ്ഞിട്ടാണ് തോന്നുന്നു, പറ്റാഞ്ഞിട്ട് തന്നെയാണ് കൈക്കൂലി. അത് സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നത്. എങ്ങനെ താങ്ങും ഒരു സാധാരണക്കാരൻ? ഗവൺമെൻറ് ജോലി ഇല്ലാത്ത സാധാരണക്കാരൻ എങ്ങനെയാണ് ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ ഈ മിനിമം 800 രൂപയെങ്കിലും, 800 രൂപ പോലും കിട്ടാത്തവരുണ്ട് ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ്. അങ്ങനെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇത്രയധികം പണം ശമ്പളം ലഭിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നു? ഈ അഷ്ടിക്ക് വകയില്ലാത്ത പാവപ്പെട്ടവൻ അവൻ്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം, അതായത് അവൻ്റെ ഒരു സ്വത്ത് വീട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്ക്സിനൊക്കെ ആയിട്ട് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ സമീപിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സാധാരണക്കാരായ ജനങ്ങൾ മുതൽ പിന്നെ അത്യാവശ്യം എന്താ പറയുക, എന്തെങ്കിലും ബിസിനസ് ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരും റിച്ചായിട്ടുള്ള ആൾക്കാരും കാണും. അവരുടെ കാര്യം പോലും സാധിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ കാശും കൊടുത്ത് തൊഴുത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. എന്തിനാണ് സർക്കാർ ഇവർക്കൊക്കെ ജോലി കൊടുക്കുന്നത്? സർക്കാർ ഇവർക്ക് ജോലി കൊടുക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. ജനസേവനമാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഇവർ കാണിക്കുന്നത്? ജനങ്ങളെ സേവിക്കുന്നതിന് വരും ജനങ്ങളെ ഒരുമാതിരി ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിച്ച് അവരെ മടുപ്പിച്ച് അവസാനം എങ്ങനെയെങ്കിലും കാര്യം നടക്കട്ടെ എന്ന് വിചാരിച്ച ആൾക്കാർ പൈസയായിട്ട് അവർ ചിലപ്പോൾ കടം വാങ്ങിച്ച പൈസയായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് കൂട്ടി വെച്ചിരിക്കുന്ന പൈസയായിരിക്കും. ഇതെടുത്ത് ഇവരുടെ പോക്കറ്റിലേക്ക്, വളരെ സിമ്പിളായിട്ട് അവരുടെ പോക്കറ്റിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? നമുക്ക് അറിയാം, കൈക്കൂലിക്കാരെ ഒരുപാട് പേരെ പിടിക്കുന്നുണ്ട്, നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ കാണുന്ന ഒന്നും രണ്ടും പേരല്ല കൈക്കൂലി വാങ്ങുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ കൈക്കൂലി വാങ്ങുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. ഇപ്പോഴും സ്മൂത്തായിട്ട് കൈക്കൂലി വാങ്ങിച്ച് നല്ല സുഖമായിട്ട് ജീവിച്ച് പോകുന്നവരുണ്ട്. അത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് ഉണ്ടാകുന്നൊരു നടപടി എന്താണ്? ഈ കൈക്കൂലിക്കാരെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് അവരെ കുറച്ച് നാൾ വീണ്ടും തിരിച്ചെടുക്കുന്നു, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുന്നു. വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ വീണ്ടും ശമ്പളം കിട്ടുന്നു. ഈ ഒരു തവണ കുറ്റം ചെയ്തവൻ ചിലപ്പോൾ ഒന്നുകൂടെ വീണ്ടും പൈസ കിട്ടാൻ തുടങ്ങുമ്പോൾ അവന് പിന്നെയും സുഖമാണ്, കിട്ടുമല്ലോ. വെറുതെ ആൾക്കാരെ ഒരു ഉപ്പിന് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ കൈ കിട്ടുമല്ലോ. അപ്പം സർക്കാർ ചെയ്യേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മീഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കൈക്കൂലി പിടിക്കപ്പെടുന്ന ആൾക്കാരെ പറഞ്ഞു വിടുക, ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുക. ആ തസ്തികയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് പുതിയൊരു ഉദ്യോഗാർത്ഥിനെ സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കുക. കാരണം എത്രയോ ആൾക്കാർ ജോലിക്കായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. കാരണം ആ ജോലി കിട്ടിയിട്ട് ഇതുപോലെ ചെറ്റത്തരം കാണിക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിടുക ചെയ്യേണ്ടത്. അവരെ തെറിപ്പിക്കണം, അവരുടെ ജോലി തെറിപ്പിക്കണം. കാരണം മേലാൽ അല്ലെങ്കിൽ അവരിനിയും അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം സസ്പെൻഡ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയാലും വീണ്ടും ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു മാനസികാവസ്ഥയുള്ള ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട്
പുതിയ ആൾക്കാർ, എത്രയോ ആൾക്കാർ ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവർക്ക് ജോലി കൊടുക്കുക, മാന്യമായിട്ട് ജോലി ചെയ്യുന്നവരെ ജോലിക്ക് നിർത്തിയാൽ മതി, അല്ലാത്തവരെയൊക്കെ പറഞ്ഞു വിടുക. കൈക്കൂലിക്കാർ ഒരുപാട്, ഈ പറയുന്ന ഇവിടെ കറപ്ഷൻസ് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. ഈ കൈക്കൂലിക്കാരെ പരമാവധി മാറ്റിക്കളയുകയാണെങ്കിൽ, നിങ്ങൾ ഈ പിടിക്കുന്ന 1-2 പേരൊന്നുമല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഈ ലഹരിക്കെതിരെ നമ്മളെ എന്താ പറയുന്നത്, ലഹരി മരുന്ന് പിടിക്കാനും ഒക്കെ ആയിട്ട് ശക്തമായിട്ട് ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിച്ച് അതിൻ്റെ പരിപാടികൾ നടക്കണം. എന്ന് പറയുന്ന പോലെ കൈക്കൂലിക്കാരെ പൊക്കാൻ വേണ്ടിയിട്ട് തന്നെ സ്ക്വാഡിനെ ഇറക്കണം. കാരണം നിങ്ങൾ ഈ പിടിക്കുന്ന 1-2 പേരല്ല, ഇഷ്ടം പോലെ ആൾക്കാർ കൈക്കൂലി വാങ്ങുന്നുണ്ട്, ജനങ്ങളെ ദ്രോഹിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ കണ്ണ് തുറന്ന് ഈ വക കാര്യങ്ങൾ കണ്ട് അതിനുള്ള നടപടികൾ എടുക്കുക. ഈ തൊഴിലാളി ദിനത്തിൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്.